ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു അമ്പലത്തിലേക്കാണ് ഈ പോകുന്നത്. അപ്പം ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ബസ്സിലാണ്. അപ്പം അങ്ങനെ ഞാനും ആൻറ്റിയും മരുമോളും ഗുള്ളുവും പൊന്നി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ അമ്പലത്തിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ വഴിയൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും ബസ് റൂട്ടൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളങ്ങനെ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ബസ്സിന് ടിക്കറ്റൊന്നും എടുക്കണ്ടല്ലോ, അപ്പം പിന്നെ ആ ഒരു ഇതുമുണ്ട്. അപ്പം അങ്ങനെ നടന്ന് ഞങ്ങൾ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി. എന്ന് പറഞ്ഞാൽ വലിയൊരു ശില്പം, ബ്രഹ്മാവിൻ്റെ അമ്പലമാണ്. പെരുമാൾ ദൈവം എല്ലാം ഒന്ന് തന്നെയാണ്, എന്നാലും ഓരോരോ ഇതല്ലേ. അപ്പോൾ ആ ഒരു അമ്പലത്തിലെത്തിയപ്പോൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സപ്പോസ് ഉള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അന്ന് വന്നിട്ട് തിരിച്ചു പോയി. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു അമ്പലത്തിൽ വരുന്നതാണ്. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കാണാൻ. നല്ല ഭയങ്കര വലിപ്പമുള്ള ഒരു എവിടുന്നോ കൊണ്ടുവന്ന ഒരു കല്ലിൽ ചെയ്ത ഒരു വിഗ്രഹമാണിത്. അപ്പോൾ എത്രയോ അടി നീളമൊക്കെ ഉണ്ട് ഈ ഒരു ശില്പത്തിന്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യൂവിൽ കൂടെ ഇങ്ങനെ, അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു രാവിലെ പോയതുകൊണ്ട് തന്നെ, നമ്മൾ ഈ ഒരു ക്യൂവിൻ്റെ ആ ഒരു ഇതിൽ കൂടെ ഇങ്ങനെ പോയത്. പെരുമാൾ എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പിന്നെ ഈ ഒരു ദൈവം എന്താണെന്ന് എനിക്കങ്ങനെ അറിയത്തില്ല. ഈ ഓരോരോ പേര് പറയുമ്പോൾ അത് ശിവനല്ല, ബ്രഹ്മാവാണെന്ന് തോന്നുന്നു. അതാണ് നമ്മുടെ നാട്ടിൽ ആ ഒരു ഇത്. അപ്പം അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഹൈറ്റാണ്, ഭയങ്കര ഹൈറ്റാണ്. ഈ ഒരു കാലിൻ്റെ ഒരു ശകലം മാത്രമേ താഴോട്ടുള്ളൂ, ബാക്കിയെല്ലാം മുകളിലോട്ട് നല്ല ഹൈറ്റിലുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലോട്ടൊക്കെ കയറാം. പിന്നെ നമ്മളങ്ങനെ അവിടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അധികം നമ്മൾ കയറാൻ നിന്നില്ല. പിന്നെ എക്സ്ട്രാ പൈസയൊക്കെ കൊടുക്കണം മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അവരിതൊക്കെ വെച്ചിട്ട് നല്ല പിരിവും കാര്യങ്ങളൊക്കെ നടത്തുവാണ്. പിന്നെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ ദൈവവിശ്വാസം ഒത്തിരി നമ്മളെക്കാട്ടിലും മലയാളികളെക്കാട്ടിലും കുറച്ച് കൂടുതലാണ് അവിടെയൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മളിതാ ഈ ഒരു ക്യൂവിൽ കൂടെയൊക്കെ പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഈ ഒരു അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ടാണ്. വിഗ്രഹം കുറച്ച് ഇപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത്. ഇത് വേറെ ഈ അമ്പലം തന്നെയാണ്, ഇതിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ ഫുള്ള് കൽവിളക്കുകളും ഫുള്ള് വിളക്കുകളെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഒരു അമ്പലത്തിൻ്റെ ഈ സൈഡാണിത്, കുഞ്ഞു വിളക്കുകളാണ് കത്തിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് പോയത്. ഇതാണ് അകത്തുള്ള ഈ ഒരു വിഗ്രഹം. ഇത് കസേരകളും പണ്ടത്തെ ദൈവത്തിൻ്റെ ആ ഒരു എന്താണെന്ന് എനിക്കറിയത്തില്ല, ശരിക്കും പറഞ്ഞു തരാം. ഇതാണ് മെയിനായിട്ടുള്ളൊരു നട. ഇതിനുള്ളിലോട്ട് കയറണം. ഇതിനുള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ വീഡിയോ അലൗഡ് അല്ല. പക്ഷേ ഞാൻ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു. ഇതെങ്ങനെ വെളിയിൽ വെച്ചിട്ടാണ് എടുത്തത്. പെരുമാളിൻ്റെ ഒരു ചെറിയൊരു വിഗ്രഹമാണ് അകത്ത് പ്രതിഷ്ഠയായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങളങ്ങനെ ചുറ്റി കറങ്ങി കണ്ട് അങ്ങനെ ഇങ്ങനെ അവിടെ നിന്നൊരു പൊങ്കൽ പോലത്തെ ഒരു പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പ്രസാദമൊക്കെ വാങ്ങിച്ച് നമ്മൾ നല്ലോണം കഴിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെളിയിൽ അലൗഡാണ് ക്യാമറയൊക്കെ. അപ്പോൾ നമ്മൾ വെളിയിലൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളവിടെ ഇങ്ങനെ ഈ ബാംഗ്ലൂരിലുള്ള എല്ലാ അമ്പലത്തിൻ്റെതും പ്രശസ്തത്തിൻ്റെ ചെറിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു ചെറിയൊരു കുളം ഗണപതിയുടെ അമ്പലത്തിൻ്റെ അടുത്താണ്. ഈ ചുറ്റും കുഞ്ഞു അമ്പലങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ വലിയ വിഗ്രഹത്തിൻ്റെ ഒരു കാലെന്ന് പറയുന്നത്. പെരുമാളിൻ്റെ കാല് എന്ന് വിശേഷിപ്പിക്കുന്നതാണിത്. നമ്മൾ സപ്പോസ് ഇത് കണ്ടു കഴിഞ്ഞാൽ ആനയുടെ കാല് പോലെയുണ്ട്. ആനയുടെ അതേ ഒരു കാലാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരംശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ഹൈറ്റാണെന്ന് നിങ്ങളൊന്ന് ഓർത്തോളണം. പിന്നെ ഇതും അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ള ചെറിയ അമ്പലങ്ങളാണ്. ഗണപതിയുടെയും നവവിഗ്രഹങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതാണ് മൊത്തത്തിലൊരു കോവിലിൻ്റെ ഒരു ഈ ഒരു താമരയുടെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. അത് ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ടാക്കിയ ഒരു ഇതാണ്. കാണാൻ തന്നെ അടിപൊളി സ്റ്റൈലാണ്. 10 തലയുണ്ട്, 10 മുഖമാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അതിൻ്റെ സൈഡിലോട്ട്. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇരുന്നൊന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു. കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ കയറുന്നിടത്തൊക്കെ ഇനിയും ഒരുപാട് പണികളുണ്ട്. കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിന് മുമ്പ് ഒരിക്കൽ ഈ അമ്പലത്തിൽ വന്നപ്പോൾ നമ്മൾ നോൺ വെജ് എവിടെ ഫംഗ്ഷന് പോയിട്ട് നോൺ വെജ് കഴിച്ചിട്ട് വന്നുകൊണ്ടാണ് സപ്പോസ് നമുക്ക് ഈ അമ്പലത്തിലൊന്നും കയറാൻ പറ്റാത്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇറങ്ങുമ്പോൾ നമുക്കറിയത്തില്ല ഈ ഒരു അമ്പലത്തിലാണെന്ന്. ആൻറ്റി വിളിച്ചിട്ട് കൂടെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോയി. ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു അമ്പലത്തിൽ കയറണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ അത് സാധിച്ചു.
അങ്ങനെ നല്ലതായി ഈ ഒരു കൊത്തുപണികളൊക്കെ കണ്ടു. എവിടെ നിന്നോ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വിഗ്രഹം. ഇതിൻ്റെ സെൻറ്ററിൽ ഈ കാശിൻ്റെ രീതിയിലാണ് ഇങ്ങനെ വെച്ചിട്ട്, കാശിമാല ആ ഒരു രീതിയിൽ റൗണ്ടായിട്ടാണ് പല പല കാശിൻ്റെ ഗോൾഡല്ല, എന്തുവാ പറയുന്നത്, ഈയം പൂശിയിട്ടുള്ള എന്തോ അങ്ങനത്തെ ഒരു സംതിങ് എന്തോ ഒരു സാധനമാണ് ഇങ്ങനെ റൗണ്ടായിട്ട് വെച്ചിട്ടുള്ളത്. ഈ വിഗ്രഹത്തിലെല്ലാം അവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങുവാണ്. അമ്പലമൊക്കെ കണ്ടിട്ട് നേരെ അടുത്ത് ഒരു അമ്പലത്തിലോട്ട് പോവേണ്ടതുണ്ട്. അങ്ങനെ ഇതാണ് ഈ ഒരു ഡോറ്. ഭയങ്കര വലിയൊരു ഡോറാണ്. തേക്കിൻ്റെ വുഡിൽ തീർത്തിട്ടുള്ള ഈ ഒരു വലിയ ഡോറാണ് ഈ ഒരു അമ്പലത്തിൻ്റെ മെയിൻ കവാടത്തിലുള്ള. പിന്നെ അതിൻ്റെ വെളിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ശംഖുകളും മാലകളും പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളൊക്കെ. അപ്പം ഞാനും വിചാരിച്ച് എന്തെങ്കിലും ഒന്ന് വാങ്ങാതെ പോകണം. പക്ഷേ ഞാൻ ഈ ഒരു കൃഷ്ണനും രാധയുടെ ഇതൊന്ന് വാങ്ങിയായിരുന്നു. നല്ല റേറ്റൊന്നും വലിയ റേറ്റൊന്നുമില്ല, 250 ആ ഒരു റേറ്റൊക്കെ ഉള്ളൂ. പിന്നെ ഇത് മുരുകൻ്റെ ശൂലങ്ങളാണ്, നല്ല ഗോൾഡൻ കളറിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് ഇത്. അങ്ങനെ ഞാൻ ഇതൊന്ന് വാങ്ങി. അവർ പറഞ്ഞു ഇതൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണെന്ന്. പിന്നെ ഈ ഒരു വള, ഇത് പഞ്ചലോഹമാണ്. പിന്നെ പഞ്ചലോഹങ്ങൾ കൊണ്ട് റൗണ്ടാക്കി അവർ വളയായിട്ട് വെച്ചിട്ടുള്ള. ഇത് നമ്മുടെ ശരീരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പേടി ഇതൊന്നും അങ്ങനത്തെ എന്തോ പിശാചുക്കളൊന്നും വരില്ലെന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കൊന്നും നമ്മളെ ദേഹത്ത് പിശാച് കൂടാറില്ല. നമ്മളെ ഒരു പിശാചുകളായതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് അങ്ങനെ ആക്രി കുറച്ച് സാധനങ്ങൾ. ഞാൻ ഈ ഒരു കമ്മൽ വാങ്ങി. സപ്പോസ് ഇതെനിക്ക് ആൻറ്റി വാങ്ങി തന്നതാണ്. ഈ ഒരു കമ്മൽ അടിപൊളി കമ്മലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പെൺകുട്ടി നൃത്തം വയ്ക്കുന്നത് പോലത്തെ ഒരു കമ്മലായിരുന്നു. എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു നീ വാങ്ങിക്കോ, ഞാൻ പൈസ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റി അതെനിക്ക് വാങ്ങി തന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞപ്പം പൊന്നിക്ക് മോതിരമൊക്കെ വേണമെന്ന് പറഞ്ഞു. പിന്നെ ആൻറ്റിയും എന്തൊക്കെയോ മോതിരമൊക്കെ വാങ്ങി, എന്തൊക്കെയോ ഇങ്ങനെ കയ്യിലൊക്കെ ഇട്ടൊക്കെ നോക്കി നമ്മൾ. പിന്നെ അതുമൊക്കെ കുറച്ചൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ ഒരുപാട് കുഞ്ഞു ഐറ്റങ്ങളുണ്ട് ഇങ്ങനെ ഈ അമ്പലത്തിൻ്റെ വെളിയിൽ തന്നെ ഇങ്ങനെ വാങ്ങാനായിട്ട്. പിന്നെ ഞങ്ങളങ്ങനെ നടന്നപ്പോഴത്തേക്ക് അടുത്തൊരു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബസ് അവിടെ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ വേഗം പോയി ബസ്സിലോട്ട് കയറി.